ഈ പാർക്കിലാണല്ലോ അച്ഛൻ എന്നെയും കൊണ്ട് വന്നത്. ഇത് വീടിന്റെ തൊട്ടടുത്തുള്ള പാർക്കാ. അമ്മ വല്ലതും കാണുമെന്ന് എന്റെ പേടി. കാണല്ലേ ദൈവമേ. അയ്യോ, അത് ജുക്കിയും അച്ഛനും അല്ലേ? അവർ രണ്ടുപേരും എന്താ ഇവിടെ? അമ്മ വല്ലതും കണ്ട പണിയാവുമല്ലോ. നീ എന്താ ചിന്തിച്ചു നിൽക്കുന്നത്? വാ, നമുക്ക് പോവാം. ആ വാ, പോവാം. പെട്ടെന്ന് പോവാം. ഓ ഭാഗ്യം, അവൻ അമ്മേനെയും കൊണ്ട് പോയിട്ട് നിന്നെ. അമ്മ കണ്ടിരുന്നെങ്കിൽ എന്തായാലും എനിക്കറിയത്തില്ല. ഭാഗ്യത്തിന് അച്ഛനും കണ്ണും കണ്ടില്ല. നല്ല കാര്യം. നീ ഏത് ലോകത്താ? കുറെ നേരമായല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനു വേണ്ടിയാണോ എന്നെയും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? ഒന്നുമില്ല അച്ഛാ, ചുമ്മാ വാ, നമുക്ക് കളിക്കാം. തൽക്കാലം നീ ഇവിടെ ഇരുന്ന് കളിച്ചോ, ഞാൻ കാറിലുണ്ടാവും. എനിക്ക് ഇച്ചിരി ജോലിയുണ്ട്. കളി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കും. അച്ഛനെന്താ ടെവിന് ഇഷ്ടമല്ലേ? അവൻ്റെ കൂടെ കളിക്കാൻ പോലും പോവാറില്ലേ? അമ്മയുടെ കൂടെ വല്ലതായിരുന്നെങ്കിൽ ഇപ്പൊ അമ്മ ഒരുപാട് നേരം എന്നെ കളിപ്പിച്ചാൽ എൻ്റെ കൂടെ. പക്ഷെ അച്ഛൻ കണ്ടോ പോയത്? നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തോ, എന്നാൽ നമുക്ക് വീട്ടിൽ പോവാം. ഇരുട്ടായി തുടങ്ങി. ഓ, ഞാൻ ക്ഷീണിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ വീട്ടിലെത്തിയിട്ട് കുറെ നേരമായി. ഇത്ര നേരമായിട്ട് അച്ഛൻ എന്നോടൊന്നും മിണ്ടുന്നു പോലും ഇല്ല. എല്ലാ അച്ഛന്മാരും ഇങ്ങനെയാണ്. പക്ഷെ എന്റെ പണ്ടത്തെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിരിക്കുന്ന അവരുടെ അച്ഛൻ അവരുടെ കൂടെ എപ്പോഴും കളിക്കുന്നായിരുന്നല്ലോ. നീ എന്താ ഇത്ര നേരമായിട്ട് ഫുഡ് കഴിക്കാൻ താഴോട്ട് വരാതിരുന്നത്? എനിക്ക് വിശപ്പ് തോന്നുന്നില്ല അച്ഛാ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നീ വൈകുന്നേരം അധികം ഒന്നും കഴിച്ചില്ലല്ലോ. ഇപ്പൊ കഴിച്ചേ പറ്റത്തുള്ളൂ. രാത്രി പട്ടിണി കിടക്കുന്ന ഒട്ടും നല്ലതല്ല. അപ്പൊ ഇച്ചിരി സ്നേഹമൊക്കെ ഉണ്ടല്ലേ? അത് പ്രകടിപ്പിക്കാറില്ലെന്നേ ഉള്ളൂ. നിനക്ക് ഈയിടെയായിട്ട് ഇച്ചിരി ആലോചന കൂടുതലാണല്ലോ. അങ്ങനെയൊന്നുമില്ല അച്ഛാ, വാ നമുക്ക് പോയി കഴിക്കാം. എന്നാ ചുക്കി ഫുഡ് കഴിക്ക്. എന്ത് പറ്റി മോനെ? എന്താ നിന്റെ കണ്ണ് നിറഞ്ഞു വന്നിരിക്കുന്ന? ഫുഡ് കൊള്ളില്ലേ? എരിവ് കൂടുതലുണ്ടോ? ഒന്നുമില്ലമ്മ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി എരിവ് കൂടുതലുണ്ട്. അതാ ജീവിതത്തിൽ ആദ്യമായിട്ടാ സ്വന്തം അമ്മയുടെ കൈ കൊണ്ടുള്ള ഫുഡ് കഴിക്കുന്നത്. ഇതുവരെ ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഫുഡ് ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടേ ഇല്ല. വാ മോനെ, നമുക്ക് ഉറങ്ങാം. അമ്മ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇതിനെന്തിനാ നീ അപ്പുറത്തെ റൂമിലോട്ട് പോകുന്നേ? ഉറങ്ങാൻ. അല്ലാതെ എന്തിനാ അപ്പുറത്തെ റൂമിൽ പോകുന്നേ? ഒരു ദിവസം സ്കൂളിൽ പോയി വന്നപ്പോഴത്തേക്ക് നീ ഇത്രയും വെറുതെ തന്നെ കിടക്കാനൊക്കെ ധൈര്യം വന്നോ? ഇന്നലെ ഒരു ദിവസം കിടക്കാൻ പറഞ്ഞപ്പോൾ എന്ത് കരച്ചിലായിരുന്നു. ധൈര്യം വന്നെങ്കിൽ നീ ഒറ്റയ്ക്ക് കിടന്നു, എനിക്ക് കുഴപ്പമില്ല. പിന്നെ രാത്രി അന്നത്തെ പോലെ കരഞ്ഞുകൊണ്ട് വരല്ലേ അമ്മേനെ കാണണമെന്നും പറഞ്ഞു. അത് വേണ്ട, ഞാൻ അമ്മയുടെ കൂടെ കിടന്നോളാം. എന്നാ ശരി, വാ നമുക്ക് കിടക്കാം. അമ്മ എത്ര നല്ലതാ. പക്ഷെ അച്ഛൻ ഇതുവരെ എൻ്റെ കൂടെ ഒന്ന് കിടന്നിട്ട് പോലും ഇല്ല. ഉറങ്ങിക്കോ, നാളെ രാവിലെ എഴുന്നേക്കണ്ടേ അല്ലേ? ഫുഡ് കഴിച്ചു കഴിഞ്ഞില്ലേ? ഇനി നീ പോയി കിടന്നു. ഗുഡ് നൈറ്റ്. അയ്യോ, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. ഞാൻ അച്ഛൻ്റെ കൂടെ കിടക്കുന്നത്. പക്ഷെ ഇത്രയും വർഷം നീ ഒറ്റയ്ക്ക് തന്നെയല്ലേ കിടന്നേ? ഇപ്പൊ എന്താ പ്രശ്നം? ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പ്രേതക്കഥയൊക്കെ പറഞ്ഞ് ഞാൻ പേടിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ കിടക്കുന്നത്. ശരി, വന്ന് കിടക്കും. നീ എന്ത് പണിയാ കാണിച്ച? നീ എന്തിനാ ഇന്നലെ എന്നെ അമ്മയുടെ കൂടെ പറഞ്ഞു വിട്ടത്? എടാ, നിനക്ക് ഇത്ര ആയിട്ടും ഒന്നും മനസ്സിലായില്ലേ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? നീ കാര്യം ഒന്ന് വ്യക്തമായിട്ട് പറയുന്നതിനെ തൊട്ട് പറയാൻ തുടങ്ങും. എന്തൊക്കെയൊന്നും മനസ്സിലാവുന്നില്ല. എടാ, നമ്മൾ രണ്ടുപേരും സഹോദരങ്ങളാണ്. അത് നമ്മുടെ അച്ഛനും അമ്മയുമാണ്. അങ്ങനെ നിനക്ക് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റും നമ്മൾ സഹോദരങ്ങളാണെന്ന്? നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതല്ലേ? അതെ. അതെങ്ങനെ നിനക്കറിയാം? അത് തന്നെയാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും. അത് മാത്രമല്ല, നമ്മൾ ഇതുവരെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരൊന്നും പറയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ അച്ഛനും അമ്മയെന്ന്. ഇതെല്ലാം നിന്റെ ഗസ് മാത്രമല്ലേ, അല്ലാതെ ഉറപ്പൊന്നുമില്ലല്ലോ. ചുമ്മാ ഗസ്സൊന്നും അല്ലടാ. എനിക്ക് ഇതുവരെ തോന്നാത്തൊരു അനുഭവമായി ഇന്നലെ അച്ഛൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തപ്പോൾ. ഇതുവരെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഞാൻ അനുഭവിച്ചിട്ടില്ല. ഒരു വല്ലാത്തൊരു സുരക്ഷിതത്വം, ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കും തോന്നുന്നു അത് തന്നെയാണ് നമ്മുടെ അച്ഛനും അമ്മയെന്ന്. കാരണം ഇന്നലെ അമ്മയുടെ കൂടെ എനിക്ക് ഇതുവരെ ജീവിതത്തിൽ തോന്നാത്തൊരു സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ ആയിരുന്നു. പക്ഷെ അത് ഉറപ്പിക്കണമെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്ന് തന്നെ അതറിയണം. പക്ഷെ നമ്മൾ എത്ര ചോദിച്ചാലും അവരൊന്നും പറയത്തില്ലല്ലോ. അതിനൊരു ഐഡിയ ഉണ്ട്. എന്തൊക്കെയായാലും നമ്മുടെ അച്ഛനമ്മയും ചിലപ്പോൾ ഡിവോഴ്സ് ആയതോ അല്ലെങ്കിൽ മാറി താമസിക്കുന്ന വല്ലതും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ കല്യാണ ഫോട്ടോ ഇല്ലെങ്കിൽ ഒരുമിച്ചുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോ കിട്ടുവാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാമല്ലോ. എന്നാൽ ശരി, അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് അച്ഛൻ്റെ കൂടെ പോ, നീ അമ്മയുടെ കൂടെ പോ. എന്നിട്ട് തപ്പ്. അപ്പം ഓക്കെ, നമ്മൾ നാളെ വരുമ്പോൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. ഇതേ സമയം ഓഫീസിൽ. മേ ഐ കം ഇൻ സാർ? യെസ്, കം ഇൻ. ഇതാ സാർ ആവശ്യപ്പെട്ട ഫയൽ. എല്ലാം ചെക്ക് ചെയ്തിരുന്നോ? മിസ്റ്റേക്സ് ഒന്നും ഇല്ലല്ലോ? നോ സാർ, ഞാനെല്ലാം ചെക്ക് ചെയ്തു. മിസ്റ്റേക്സ് ഒന്നുമില്ല. ഞാൻ പോയിക്കോട്ടെ. എന്തിന് ഇത്ര ധൃതി? താനിവിടെ നിൽക്കി. ഈ ഫയൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും ഇവിടെ ഇരുന്നോണ്ട്. ഓക്കെ സാർ. ആരും എന്നെ നോക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. പക്ഷെ സാറ് നോക്കുന്നില്ലല്ലോ. എൻ്റെ തോന്നലാണോ? കോൺസെൻട്രേറ്റ്. നീ എന്തിനാ അവളിങ്ങനെ വായി നോക്കുന്നേ? സാർ, ഈ ഫയലെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഞാൻ പോയിക്കോട്ടെ. അത് പിന്നെ ഒരു മിനിറ്റ്. ഇപ്പൊ ലഞ്ച് ടൈം ആയില്ലേ? താനാണെങ്കിൽ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല സാർ, ക്യാൻറ്റീനിൽ നിന്നാണ് കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താൻ എൻ്റെ കൂടെ കഴിക്കുന്നോ? എനിക്കിപ്പോൾ ലഞ്ച് കൊണ്ടുവരും, ഒരുപാടുണ്ടാവും. അപ്പം ഫുഡ് ഷെയർ. അത് പിന്നെ സാർ, ഞാനെങ്ങനെയാ? എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുന്ന ഇഷ്ടമല്ല. പണ്ടത്തെ സെക്രട്ടറിയുടെ കൂടെ ഞാനിന്ന് കഴിച്ചോണ്ടിരുന്നത്. ഇന്നലെ സമയമില്ലായിരുന്നു, കഴിച്ചില്ല. അതുകൊണ്ട് ഇന്ന് താൻ എൻ്റെ കൂടെ ഇരിക്കുമോ പ്ലീസ്?
എനിക്ക് എന്തേ സംഭവിക്കുന്നത്? ഞാൻ എന്തിനാ ഇവരോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരാളോട് അപേക്ഷിക്കുന്നത്. എനിക്ക് എന്ത് പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ സാർ. സാർ ഞാൻ കഴിച്ചു കഴിഞ്ഞു, ഞാൻ പോയിക്കോട്ടെ. ഇവൾക്ക് എന്താ പോവാൻ ഇത്ര ധൃതി? ഇനി ഞാൻ എന്ത് പറഞ്ഞ അവളെ പിടിച്ചെടുത്തോ? ഒന്നുമില്ലല്ലോ. ശരി, താൻ പോയിക്കോ, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. അങ്ങനെ സമയം കടന്നുപോയി. വൈകുന്നേരം കുട്ടികളുടെ അടുത്ത് ഇവിടെ തപ്പിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അമ്മ എല്ലാ നാട്ടിലത്തെ വീട്ടിലായിരിക്കും വെച്ചിട്ടുണ്ടാവും. ഇത്രയും വലിയ വീട്ടിൽ നിന്ന് ഈ കുഞ്ഞി ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ? ഇവിടെ മൊത്തം ആവശ്യമില്ലാത്ത ഫയലും ഡോക്യുമെന്റ്സ് ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ സമയം കളയുന്നതിന് നല്ലത് അച്ഛൻ്റെ റൂം ഒന്ന് ചെക്ക് ചെയ്യാൻ വല്ലതും കിട്ടുമായിരിക്കും. ഈ 8 റൂമിൽ ഞാൻ എവിടുന്ന് തപ്പി തുടങ്ങും? എന്തൊക്കെയാലും അച്ഛൻ്റെ കബോർഡിൽ നോക്കാം. അടിപൊളി, ഇവിടെ മൊത്തം ഫയലാണല്ലോ. ഇതിനകത്ത് നിന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്തെങ്കിലും? അവനെ വിളിക്കായിരുന്നു, പക്ഷേ അവനെ വിളിക്കാൻ നമ്പറും മേടിച്ചില്ല. ഇനി എന്തൊക്കെയാണെങ്കിലും നാളെ വന്നിട്ട് പറയാം. എനിക്ക് വല്ലതും കിട്ടിയോ? എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ വീട് മൊത്തം അടിച്ചു പെറുക്കി. എനിക്ക് തോന്നുന്നത് അതെല്ലാം നാട്ടിലത്തെ വീട്ടിലായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അത്രയും വലിയ വീട് ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് തപ്പുന്നത്? ഞാൻ എന്നാലും ശ്രമിച്ചു, പക്ഷെ അവിടെ കൂടുതലും ഫയലുകളാണ്. ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടില്ല. ആകെയുള്ളത് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോസ്, പിന്നെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും, ഇനി ഞാൻ നിൻ്റെ വീട്ടിൽ നീയായിട്ട് വരാം, എന്നിട്ടൊന്ന് തപ്പി നോക്കാം. ചിലപ്പോൾ വല്ലതും കിട്ടിയാലോ. എന്തൊക്കെയാലും എൻ്റെ വീട്ടിൽ നോക്കിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല, എല്ലാം നാട്ടിൽ. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ പോലെ അവർ പരസ്പരം മാറി വീട്ടിലെത്തിയതിനു ശേഷം ഈ വലിയ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കുന്ന എന്തൊക്കെയാലും വലിയൊരു ടാസ്ക്കാണ്. എന്തൊക്കെയാലും ശ്രമിച്ചു നോക്കാം, വല്ലതും കിട്ടുമായിരിക്കും. അവൻ പറഞ്ഞ പോലെ ഇവിടെ മൊത്തം ഫയലാണല്ലോ. എന്തൊക്കെയാണെങ്കിലും അവനെ ഒന്ന് വിളിച്ചും കൂടെ നോക്കാം. അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും എല്ലാത്തിനും, സ്ഥലങ്ങളുടെയൊക്കെ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? അയ്യോ, ഇത് അമ്മയാണല്ലോ. അയ്യോ, പറഞ്ഞു ഇത് അമ്മയുടെ നമ്പറല്ലേ? അപ്പോൾ അമ്മയല്ലേ എടുക്കുന്നത്? ഞാനൊന്ന് മണി. ഹലോ ആൻറ്റി, ഇത് ജുക്കിയുടെ നമ്പറല്ലേ? ഞാൻ ജുക്കിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. ഓക്കെ, ശരി. മോൻ്റെ പേരെന്താ? എൻ്റെ പേര് ടെവിൻ. ഞാൻ അവൻ്റെ പേര് ഇപ്പം കൊടുക്കാമേ, ഒരു മിനിറ്റ്. ജുക്കി മോനെ, നിന്നൊരു ടെവിൻ വിളിക്കുന്നു. ടെവിനോ? എന്ന് വെച്ചാൽ ജുക്കിയോ? ജുക്കി എന്തിനാ ഇപ്പം എന്നെ വിളിച്ച്? എന്തായാലും അത്യാവശ്യമുള്ള കാര്യം. ഇങ്ങോട്ട് താമ, എൻ്റെ ഫ്രണ്ട് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഹലോ ജുക്കി, അല്ല ഹലോ ടെവിൻ, നീ എന്തിനാ വിളിച്ചേ? എടാ, ഫോൺ സ്പീക്കറിൽ വല്ലതും ആണോ? അല്ല, കാര്യം പറ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? എന്താ നീ ഇപ്പം വിളിച്ചേ? ഞാനിവിടെ മൊത്തം തപ്പി, എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. എന്നാൽ നിൻ്റെ അച്ഛൻ്റെ റൂമിലായിട്ട് എനിക്കിവിടെ ഒരു ചെറിയ ലോക്കർ പോലെ എന്തോ കിട്ടി. അതിനകത്ത് ലോക്ക് എന്തോ വെച്ചിട്ടുണ്ട്. അതിനകത്ത് മിക്കവാറും എന്തെങ്കിലും കാണും. നിനക്ക് എൻ്റെ പാസ്വേഡ് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാ പെട്ടെന്ന്. അലമാരയുടെ അകത്തുള്ള കുഞ്ഞു ലോക്കറല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇന്നലെ അത് ശ്രദ്ധിച്ചില്ല. പക്ഷേ അതിൻ്റെ പാസ്വേഡ് ഞാൻ അച്ഛനടിക്കുന്ന കണ്ടിട്ടുണ്ട്, 1 2 3 4. പക്ഷെ അതിനകത്ത് അച്ഛൻ ഇമ്പോർട്ടൻറ്റ് ഫയലൊക്കെ വെച്ചിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയാലും ഞാൻ തപ്പി നോക്കാം. അച്ഛനവിടെ ഉണ്ടോ? ഇല്ല, അച്ഛൻ ഇവിടെ ഇല്ല. ഇന്ന് ലേറ്റായിട്ട് വരുമെന്നാണ് പറഞ്ഞു. എന്നോട് നേരത്തെ കിടക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ തപ്പാൻ ഇറങ്ങിയത്. എന്തൊക്കെയാണെങ്കിലും ഞാൻ അടിച്ചു നോക്കാം. വല്ലതും കിട്ടുവാണെങ്കിൽ നാളെ കൊണ്ടുവരാം. ശരി, ഗുഡ് നൈറ്റ്. എന്തൊക്കെയാണെങ്കിലും പാസ്വേഡ് അടിച്ച് നോക്കാം. ഇതിനകത്ത് മൊത്തം ഫയലാണല്ലോ, എല്ലാം ഒന്ന് എടുത്ത് നോക്കാം. ഒന്നും മനസ്സിലാവുന്നില്ല, എന്നാലും വല്ലതും കിട്ടിയാലോ. ഇതെന്തുവാ ഇത്? ഇതിനെന്ത് സ്പെഷ്യൽ ഉണ്ടല്ലോ? ഇതിനകത്ത് ടെവിൻ്റെ പേരാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് എന്തുവാ? തുറന്ന് നോക്കാം. അയ്യോ, ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എന്തൊക്കെയോ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്തുവാ ഇത്?